+1 കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ചാപ്റ്റർ 4 കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ. ഇതിലെ തന്നെ മോളിക്കുലർ ഓർബിറ്റൽ തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറിയാണ്. ഇത് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ഹണ്ട് ആൻഡ് മുല്ലിക്കൻ. അപ്പോൾ ഈ തിയറിയുടെ കുറച്ച് പോസ്റ്റുലേറ്റുകൾ നമുക്ക് ആദ്യം തന്നെ നോക്കാം. എന്താണ് ഈ തിയറി പറയുന്നത്, എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്നുള്ളത് നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. സാധാരണ എക്സാമിനേഷൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് മോളിക്കുലർ ഓർബിറ്റൽ തിയറി എന്നുള്ളത്. ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഷുവർ ആയിരിക്കും. അപ്പോൾ അതിന് ഇമ്പോർട്ടൻറ്റ് പോസ്റ്റുലേറ്റ്സ് നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഫസ്റ്റ് വൺ, ദി ഇലക്ട്രോൺസ് ഇൻ എ മോളിക്യൂൾ ആർ പ്രസൻറ്റ് ഇൻ ദി വേരിയസ് മോളിക്കുലർ ഓർബിറ്റൽസ് ആസ് ദി ഇലക്ട്രോൺസ് ഓഫ് ആറ്റംസ് ആർ പ്രസൻറ്റ് ഇൻ വേരിയസ് അറ്റോമിക് ഓർബിറ്റൽ. ഇതെന്താ പറയുന്നത്, സാധാരണ അറ്റോമിക് ഓർബിറ്റൽസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, S, P, D, F. അപ്പോൾ ഇതൊക്കെ അറ്റോമിക് ഓർബിറ്റൽസ് ആണ്. ഈ അറ്റോമിക് ഓർബിറ്റൽസിൽ ഇലക്ട്രോൺസ് പ്രസൻറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് മോളിക്കുലർ ഓർബിറ്റൽസിലും ഇലക്ട്രോൺസ് പ്രസൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ മോളിക്കുലർ ഓർബിറ്റൽ തിയറി ആക്ച്വലി മീൻ ചെയ്യുന്നത് അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു മോളിക്കുലർ ഓർബിറ്റൽ ഫോം ചെയ്യുന്നത്. നമ്മൾ സെക്കൻഡ് ലെസണിൽ ചാപ്റ്റർ അറ്റോമിക് സ്ട്രക്ചർ എന്നുള്ള ലെസണിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസും ആ ഓർബിറ്റൽസിൻ്റെ ഷേപ്പ്, അതുപോലെ തന്നെ അതിൻ്റെ ഡെസിഗ്നേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചു. അപ്പോൾ ഈ അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ട് മോളിക്കുലർ ഓർബിറ്റൽസ് എങ്ങനെ ഫോം ചെയ്യുന്നു. അപ്പോൾ മോളിക്കുലറിൻ്റെ ഫോർമേഷൻ ആണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. മോളിക്കുലർ ഫോർമേഷൻ ഇൻ ടേംസ് ഓഫ് മോളിക്കുലർ ഓർബിറ്റലിൽ പഠിക്കുന്നു. ഓൾറെഡി ഇപ്പോൾ നിങ്ങളൊരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ മോളിക്കുൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. ഹൈഡ്രജൻ മോളിക്കുൾ ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 ഹൈഡ്രജൻ ആറ്റംസ് കമ്പൈൻ ചെയ്യണം. 2 ഹൈഡ്രജൻ ആറ്റം കമ്പൈൻ ചെയ്ത് ഹൈഡ്രജൻ മോളിക്യൂൾ കിട്ടുന്നു. അപ്പോൾ ഹൈഡ്രജൻ്റെ അറ്റോമിക് ഓർബിറ്റൽ ഏതാണ്, 1s ഓർബിറ്റൽ. അതുപോലെ സെക്കൻഡ് ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റൽ. ഇത് തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഹൈഡ്രജൻ മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. ഹൈഡ്രജൻ മോളിക്യൂളിനെ നമ്മൾ പറഞ്ഞത് അറ്റോമിക് ഓർബിറ്റൽ എന്ന് പറയത്തില്ല, അതൊരു മോളിക്യൂൾ ആയതുകൊണ്ട് അതിനെ മോളിക്കുലർ ഓർബിറ്റൽ എന്ന് പറയും. അപ്പോൾ മോളിക്കുലർ ഓർബിറ്റൽ എങ്ങനെ ഫോം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 1s 1ൽ 1 ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ 1s 1ൽ 1 ഇലക്ട്രോൺ ഉണ്ട്. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ വേറൊരു ടൈപ്പ് പുതിയ മോളിക്കുലർ ഓർബിറ്റൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ആ മോളിക്കുലർ ഓർബിറ്റൽ നമ്മൾ MO മോളിക്കുലർ ഓർബിറ്റൽ, ഇത് അറ്റോമിക് ഓർബിറ്റൽസ് ആണ്, അറ്റോമിക് ഓർബിറ്റൽസ്. ഓക്കെ, അപ്പോൾ 2 അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്കൊരു പുതിയ മോളിക്കുലർ ഓർബിറ്റൽസ് കിട്ടുന്നു. ആ മോളിക്കുലർ ഓർബിറ്റൽസിനെ കുറിച്ചിട്ടാണ് ഈ തിയറി പറയുന്നത്. അപ്പം എങ്ങനെയാണ് മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നത്. അറ്റോമിക് ഓർബിറ്റൽസ് ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, എസ്സിലെ ഇലക്ട്രോൺസ് ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എസ്സിലെ ഇലക്ട്രോൺസ് ഉള്ളതുപോലെ തന്നെ മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യുമ്പോൾ ആ മോളിക്കുലർ ഓർബിറ്റൽസിലും ഇലക്ട്രോൺസ് പ്രസൻ്റ് ആയിരിക്കും. അതാണ് ഫസ്റ്റ് പോസ്റ്റുലേറ്റ്. ദി ഇലക്ട്രോൺസ് ഇൻ എ മോളിക്യൂൾ ആർ പ്രസൻറ്റ് ഇൻ ദി വേരിയസ് മോളിക്കുലർ ഓർബിറ്റൽസ്. അപ്പോൾ മോളിക്യൂളിലെ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ട്. ആ മോളിക്കുലർ ഓർബിറ്റലിൽ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇലക്ട്രോൺസ് ഇൻ എ മോളിക്യൂൾ ആർ പ്രസൻറ്റ് ഇൻ ദി വേരിയസ് മോളിക്കുലർ ഓർബിറ്റൽസ്. സെക്കൻഡ് പോസ്റ്റുലേറ്റ് നോക്കിക്കേ, ദി അറ്റോമിക് ഓർബിറ്റൽസ് ഓഫ് കമ്പയറബിൾ എനർജീസ് ആൻഡ് പ്രോപ്പർ സിമെട്രി കമ്പൈൻ ടു ഫോം മോളിക്കുലർ ഓർബിറ്റൽസ്. അതായത് അറ്റോമിക് എനർജി സെയിം ആയിട്ടുള്ള അല്ലെങ്കിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എനർജി, അതായത് 1s, ഇവിടെ ഹൈഡ്രജൻ മോളിക്കുലർ ഫോർമേഷൻ തന്നെ എടുത്താൽ മതി. ഹൈഡ്രജൻ മോളിക്കുലർ 1s ഓർബിറ്റൽ 1s ഓർബിറ്റലായിട്ട് കമ്പൈൻ ചെയ്തത്. 1s ഓർബിറ്റലിൻ്റെ സിമെട്രി നമുക്കറിയാം, സ്ഫെറിക്കൽ സിമെട്രിയാണ്, അതായത് സ്ഫെറിക്കൽ ഷേപ്പാണ്. അതുപോലെ തന്നെ സെക്കൻഡ് 1s ഓർബിറ്റലും സ്ഫിയർ ഷേപ്പാണ്. അപ്പോൾ ഇവരുടെ എനർജിയും സെയിം ആയിരിക്കും. അപ്പോൾ സെയിം എനർജി ഉള്ള, അതുപോലെ തന്നെ സെയിം സിമെട്രി ഉള്ള മോളിക്കുലർ അറ്റോമിക് ഓർബിറ്റൽസ് ആയിരിക്കും കമ്പൈൻ ചെയ്തത്. ഓക്കെ, അതാണ് സെക്കൻഡ് പോസ്റ്റുലേറ്റ്. അറ്റോമിക് ഓർബിറ്റൽസ് ഓഫ് കമ്പയറബിൾ എനർജീസ് ആൻഡ് പ്രോപ്പർ സിമെട്രി കമ്പൈൻ ടു ഫോം മോളിക്കുലർ ഓർബിറ്റൽസ്. ഇനി തേർഡ് പോസ്റ്റുലേറ്റ് എന്താണ്, ദ നമ്പർ ഓഫ് മോളിക്കുലർ ഓർബിറ്റൽ ഫോംഡ് ഈസ് ഈക്വൽ ടു ദി നമ്പർ ഓഫ് കമ്പൈനിങ് അറ്റോമിക് ഓർബിറ്റൽസ്. അതായത് ഈ ഹൈഡ്രജൻ മോളിക്യൂളിന് എത്ര മോളിക്കുലർ ഓർബിറ്റൽ ഫോം ചെയ്യണം എന്നുള്ളത് ഇതിൻ്റെ അറ്റോമിക് ഓർബിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അതായത് ഹൈഡ്രജൻ മോളിക്യൂളിന് 2 അറ്റോമിക് ഓർബിറ്റൽസ് ഉണ്ട്. അത് ഹൈഡ്രജൻ 1s ഹൈഡ്രജൻ്റെ സെക്കൻഡ് ഹൈഡ്രജൻ്റെ 1s തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഹൈഡ്രജൻ മോളിക്കുലർ ഓർബിറ്റൽ കിട്ടുന്നത്. അതായത് ഒരു ഹൈഡ്രജൻ്റെ 1s സെക്കൻഡ് ഹൈഡ്രജൻ്റെ 1s തമ്മിൽ കമ്പൈൻ ചെയ്യുന്നു. അപ്പോൾ ഹൈഡ്രജൻ മോളിക്യൂളിൽ 2 മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ 2 അറ്റോമിക് ഓർബിറ്റൽസ് ഉണ്ട്. ഇവിടെ 1 + 1 2 അറ്റോമിക് ഓർബിറ്റൽസ് ഉള്ളത് കാരണം ഈ മോളിക്കുലർ ഓർബിറ്റലിൽ 2 മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് തേർഡ് പോസ്റ്റുലേറ്റ്. നമ്പർ ഓഫ് മോളിക്കുലർ ഓർബിറ്റൽ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ദി നമ്പർ ഓഫ് കമ്പൈനിങ് അറ്റോമിക് ഓർബിറ്റൽസ്. അപ്പോൾ ഇവിടെ 2 അറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്യുന്നു, സോ ദാറ്റ് ഹൈഡ്രജൻ മോളിക്യൂൾ വിൽ ഹാവ് 2 മോളിക്കുലർ ഓർബിറ്റൽസ്. ഓക്കെ, ഇനി അറ്റോമിക് ഓർബിറ്റൽസ് 2 ഫോം ചെയ്യുന്നു പറഞ്ഞു. ഇതിൽ ഒരെണ്ണത്തിന് നമ്മൾ പറയുന്നത് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ എന്ന് പറയും. രണ്ടാമത്തെ ഓർബിറ്റലിനെയാണ് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ എന്ന് പറയുന്നത്. അതായത് 2 അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യുമ്പോൾ ഹൈഡ്രജൻ മോളിക്കുലർ കേസ് തന്നെ പറഞ്ഞാൽ
ഈ രണ്ട് വൺനെസ് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യുമ്പോൾ ഒരെണ്ണം മോളിക്കുലർ ഓർബിറ്റലായിരിക്കും, ഒരെണ്ണം ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലായിരിക്കും, പിന്നെ ഒരെണ്ണം ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലായിരിക്കും. ഓക്കെ, അപ്പോൾ 2 മോളിക്കുലർ ഓർബിറ്റൽസിൽ ഒന്ന് ബോണ്ടിങ് BMO എന്ന് ഞാൻ എഴുതുന്നു, ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. അതേസമയം മറ്റത് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. ഓക്കെ, സോ 2 അറ്റോമിക് ഓർബിറ്റൽസ് എപ്പോഴും കമ്പൈൻ ചെയ്യുമ്പോൾ ഒരെണ്ണം ബോണ്ടിങ്ങും മറ്റത് ആൻറ്റി ബോണ്ടിങ് ആയിരിക്കും. ഇനി 4th പോസ്റ്റുലേറ്റ് നോക്കൂ. ദ ബോണ്ടിങ് ഓർബിറ്റൽ ഹാസ് ലോവർ എനർജി, ഹെൻസ് ഗ്രേറ്റർ ഈ സ്റ്റെബിലിറ്റി ദാൻ ദി കറസ്പോണ്ടിങ് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. അതായത് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിന് എനർജി കുറവായിരിക്കും. ദേ ഹാവ് ലെസ് എനർജി. എനർജി കുറവായ മോളിക്കുലർ എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കും. സോ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കും. അതേസമയം ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസിന് ഹൈ എനർജിയാണ്. സോ ഹൈ എനർജി ആയത് കാരണം ദേ ആർ ലെസ് സ്റ്റേബിൾ. ദെൻ 5th പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അറൗണ്ട് എ ഗ്രൂപ്പ് ഓഫ് ന്യൂക്ലിയർ ഇൻ എ മോളിക്യൂൾ ഇസ് ഗിവൺ ബൈ എ മോളിക്കുലർ ഓർബിറ്റൽ. അത് നമ്മൾ മറ്റുള്ള ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതായത് ഇലക്ട്രോൺ എങ്ങനെയാണോ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്, ഇലക്ട്രോൺസ് എങ്ങനെയാണോ വരുന്നത്, അതുപോലെ തന്നെയാണ് മോളിക്കുലർ ഓർബിറ്റൽസും വരുന്നത്. അതായത് അതിൻ്റെ സ്പിന്നും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നമ്മൾ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ദെൻ 6th പോസ്റ്റുലേറ്റ് മോളിക്കുലർ ഓർബിറ്റൽസ് ആർ ഫിൽഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ഓഫ് ബർ പ്രിൻസിപ്പിൾ, ഒബേയിങ് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആൻഡ് ഹൺസ് റൂൾ. ഇതെല്ലാം, ഈ റൂൾസ് എല്ലാം നമ്മൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഒബേ ചെയ്യുന്ന റൂൾസ് ആണ്. ആ റൂൾ, അതായത് അറ്റോമിക് ഓർബിറ്റലിൽ എങ്ങനെയാണോ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് അതേപോലെ തന്നെയായിരിക്കും മോളിക്കുലർ ഓർബിറ്റലിലും ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത്. പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചതല്ലേ? എന്താ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ? നോ 2 ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ക്യാൻ ഹാവ് ദ സെയിം സെറ്റ് ഓഫ് ഓൾ ദ 4 ക്വാണ്ടം നമ്പേഴ്സ്. ഹൺസ് റൂൾ നമ്മൾ പഠിച്ചു. അതുപോലെ ഓഫ് ബർ പ്രിൻസിപ്പിൾ പഠിച്ചു. ഓഫ് ബർ പ്രിൻസിപ്പിളിലാണ് കോൺഫിഗറേഷൻ്റെ സീക്വൻസ് നമ്മൾ പഠിച്ചത്. 1s കഴിഞ്ഞ് 2s കഴിഞ്ഞ് 2p, അത് കഴിഞ്ഞ് 3s 3p അങ്ങനെ പോകുന്നു. അത് അറ്റോമിക് ഓർബിറ്റൽസ് ഓർഡറാണ്. അതേപോലെ തന്നെ മോളിക്കുലർ ഓർബിറ്റൽസിലും ഓർഡർ ഉണ്ട്. അതായത് അറ്റോമിക് ഓർബിറ്റൽസിൽ എങ്ങനെയാണോ നമ്മൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുന്നത്, അല്ലെങ്കിൽ അതിൽ എങ്ങനെയാണോ നമ്മൾ ഇലക്ട്രോണിൻ്റെ ഓർബിറ്റൽസ് നമ്മൾ കോൺഫിഗർ ചെയ്യുന്നത്, അറേഞ്ച് ചെയ്തത്, അതുപോലെ തന്നെയാണ് മോളിക്കുലർ ഓർബിറ്റൽസ്. അപ്പോൾ ഇത്രയും പോസ്റ്റുലേറ്റുകളാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് പോസ്റ്റുലേറ്റുകളാണ് നമ്മുടെ മോളിക്കുലർ ഓർബിറ്റൽ തിയറിയിൽ വരുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി സമ്മറൈസ് ചെയ്ത് പറയാം. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു, ഇലക്ട്രോൺസ്, ഒരു മോളിക്യൂളിലെ ഇലക്ട്രോൺസ് അത് എവിടെയായിരിക്കും? ഇലക്ട്രോണിൻ്റെ മോളിക്യൂൾസ് എപ്പോഴും പ്രസൻ്റ് ആവുന്നത് അതിൻ്റെ മോളിക്കുലർ ഓർബിറ്റലായിരിക്കും. അതായത് ആറ്റത്തിൽ ഇലക്ട്രോൺസ് അറ്റോമിക് ഓർബിറ്റലാണ്, അതുപോലെ തന്നെ മോളിക്യൂളിലെ ഇലക്ട്രോൺ അതിൻ്റെ മോളിക്കുലർ ഓർബിറ്റലായിരിക്കും. ഇനി അറ്റോമിക് ഓർബിറ്റൽസ് എപ്പോഴും കമ്പൈൻ ചെയ്യുമ്പോൾ സെയിം എനർജി ഉള്ളതും അതുപോലെ സെയിം സിമെട്രി ഉള്ളതും മാത്രമേ കമ്പൈൻ ചെയ്തുള്ളൂ. അതായത് 1s ഓർബിറ്റൽ എപ്പോഴും 1s ഓർബിറ്റലായിട്ട് കമ്പൈൻ ചെയ്തുള്ളൂ. 1s ഓർബിറ്റൽ ഒരിക്കലും 2s ഓർബിറ്റലായിട്ട് കമ്പൈൻ ചെയ്തില്ല. ഇനി എത്ര അറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്യുന്നു അത്രയും മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യും. അതാണ് തേർഡ് പോസ്റ്റുലേറ്റ്. Number of molecular orbital is formed is equal to the number of combining atomic orbitals, which means that if we have 2 atomic orbitals, it will combine to form 2 molecular orbital. Okay, and one will be bonding molecular orbital and the second one will be anti-bonding molecular orbital. Then bonding molecular orbital will have lower energy and anti-bonding will have higher energy. So bonding molecule will be more stable than the anti-bonding molecular orbital. Then electron probability distribution, അതായത് ഇലക്ട്രോൺസ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ആറ്റത്തിൽ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് മോളിക്യൂളിലും വരുന്നത്. ദെൻ മോളിക്കുലർ ഓർബിറ്റൽസ് എപ്പോഴും ഓഫ് ബർ പ്രിൻസിപ്പിളും പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളും ഹൺസ് റൂളും ഒബേ ചെയ്യുന്നു. ഇത് ഇത്രയും 6 പോസ്റ്റുലേറ്റുകളാണ് മോളിക്കുലർ ഓർബിറ്റൽ തിയറിയുടെ മെയിൻ പോസ്റ്റുലേറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മോളിക്കുലർ ഓർബിറ്റൽ തിയറി? ആറ്റംസ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് മോളിക്യൂൾസ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആറ്റത്തിൻ്റെ അറ്റോമിക് ഓർബിറ്റൽസിൽ ഇലക്ട്രോണുകൾ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് മോളിക്കുലർ ഓർബിറ്റൽസ് കിട്ടുന്നു. ആ മോളിക്കുലർ ഓർബിറ്റൽ നമുക്ക് എങ്ങനെ എഴുതാം, എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ആക്ച്വലി മോളിക്കുലർ ഓർബിറ്റൽ തിയറിയിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ എടുത്ത് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഹൈഡ്രജൻ മോളിക്കുലർ എക്സാമ്പിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ അറ്റോമിക് ഓർബിറ്റൽസ് ഫോം ചെയ്തിട്ട് നമുക്ക് മോളിക്കുലർ ഓർബിറ്റൽസ് കിട്ടുന്നു. അപ്പോൾ നമുക്കൊരു മോളിക്കുലർ ഓർബിറ്റലിൻ്റെ ഫോർമേഷൻ പഠിക്കാം. ഇതിൻ്റെ മെത്തേഡ് നമ്മൾ പറയുന്നത് ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽ. എങ്ങനെയാണ് മോളിക്കുലർ ഓർബിറ്റൽ ഫോം ചെയ്യുന്നത്? അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യുമ്പോൾ. അതിന് പറയുന്ന മെത്തേഡാണ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്, LCAO മെത്തേഡ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് ഹൈഡ്രജൻ മോളിക്യൂളാണ്. ഒരു ഹൈഡ്രജനെ നമുക്കറിയാം അതിൽ 1s ഓർബിറ്റലാണുള്ളത്, അതിൽ 1 ഇലക്ട്രോൺ ഉണ്ട്. അതുപോലെ സെക്കൻഡ് സൈഡിൽ നമുക്ക് സെക്കൻഡ് ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, അതിന് 1s ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, ഈ അറ്റോമിക് ഓർബിറ്റൽസ് 1s ഓർബിറ്റൽ അല്ലെങ്കിൽ
സെക്കൻഡ് ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലൊക്കെ നമ്മൾ വേവ് ഫംഗ്ഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, വേവ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അറ്റോമിക് ഓർബിറ്റൽസ്. ഓക്കെ, ക്വാണ്ടം തിയറി നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. വേവ് അറ്റോമിക് ഓർബിറ്റൽസ് ഒരു വേവ് ഫംഗ്ഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് സൈ എന്നുള്ള ലെറ്റർ കൊണ്ടിട്ട്. സൈ, ഇതാണ് സൈ എന്നുള്ള ലെറ്റർ. അപ്പോൾ ഇത് എ എന്നുള്ള ഒരു അറ്റോമിക് ഓർബിറ്റലാണ്, ഹൈഡ്രജൻ്റെ ആണ്. ഇത് സെക്കൻഡ് ഹൈഡ്രജൻ്റെ അറ്റോമിക് ഓർബിറ്റൽ. സോ വി ആർ റെപ്രസെൻറ്റിംഗ് ഇറ്റ് ബൈ യൂസിങ് ബി, സൈ എ സൈ ബി. അപ്പോൾ സൈ എന്നുള്ളത് ഫസ്റ്റ് ഹൈഡ്രജൻ്റെ അറ്റോമിക് ഓർബിറ്റൽ, സൈ ബി എന്നുള്ളത് സെക്കൻഡ് ഹൈഡ്രജൻ അറ്റോമിക് ഓർബിറ്റൽ. അത്രയേ ഉള്ളൂ. രണ്ടും 1s ഓർബിറ്റലാണെന്ന് അസ്യൂം ചെയ്തോളൂ. ആ 1s ഓർബിറ്റലിൽ 1 ഇലക്ട്രോൺ വീതമാണ് ഉള്ളത്. അപ്പോൾ അതാണ് ഒരു ഇലക്ട്രോൺ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഒരെണ്ണം മേളിലേക്കാണെന്നുണ്ടെങ്കിൽ ക്ലോക്ക് വൈസ് ആണെങ്കിൽ മറ്റേ ഇലക്ട്രോൺ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും റൊട്ടേറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഇതിൻ്റെ സ്പിൻ, ഇതിൻ്റെ ആരോ താഴേക്ക് വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് അറ്റോമിക് ഓർബിറ്റൽസ് നമ്മൾ കമ്പൈൻ ചെയ്യുവാണ്. ഓക്കെ, അതായത് ഹൈഡ്രജൻ്റെ 1s1ഉം സെക്കൻഡ് ഹൈഡ്രജൻ്റെ 1s1 കമ്പൈൻ ചെയ്യുന്നു. കമ്പൈൻ ചെയ്യുന്ന സമയത്ത് മോളിക്കുലർ ഓർബിറ്റൽ തിയറി പറയുന്നത് ഇത് തമ്മിൽ ഒന്നുകിൽ അഡീഷൻ വരാം അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ വരാം. മോളിക്യൂൾസ്, അതായത് മോളിക്യൂൾസ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ അറ്റോമിക് ഓർബിറ്റൽസ് അഡീഷൻ ഉണ്ട് ആസ് വെൽ as സബ്ട്രാക്ഷൻ. സോ അഡീഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ സൈ എ സൈ പ്ലസ് ബി, അതായത് സൈ എ അതായത് ഫസ്റ്റ് അറ്റോമിക് ഓർബിറ്റലും സെക്കൻഡ് അറ്റോമിക് ഓർബിറ്റലും കൂടി ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു സിഗ്മ ബോണ്ട് കിട്ടും ഇവിടെ. ഇത് അഡീഷനാണ്. ഈ അഡീഷൻ വഴി ഫോം ചെയ്യുന്ന ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലാണ് ഈ കാണിച്ചിരിക്കുന്നത് സിഗ്മ. നമ്മൾ സിഗ്മ എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഇനി ഇത് തന്നെ സബ്ട്രാക്ഷൻ വഴി ഫോം ചെയ്യാം. സൈ എ അതായത് ഫസ്റ്റ് അറ്റോമിക് ഓർബിറ്റലിൽ മൈനസ് സെക്കൻഡ് അറ്റോമിക് ഓർബിറ്റൽ ചെയ്തു. ഓക്കെ, സോ സൈ എ മൈനസ് സൈ ബി. സൈ എന്നുള്ളത് ഹൈഡ്രജൻ്റെ 1s1, സൈ ബി എന്നുള്ളത് ഹൈഡ്രജൻ്റെ സെക്കൻഡ് ഹൈഡ്രജൻ്റെ 1s1. അത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന മോളിക്കുലർ ഓർബിറ്റലിനെയാണ് സിഗ്മ ഇട്ടിട്ട് നമ്മളോട് ഒരു സ്റ്റാർ ഇട്ട് കൊടുക്കും, സിഗ്മ സ്റ്റാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻറ്റി ബോണ്ടിങ് റെപ്രസെൻറ്റ് ചെയ്യാനാണ് സ്റ്റാർ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സിഗ്മ സ്റ്റാർ എന്നുള്ളത് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ എന്ന് പറയാം, ABMO, ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. ഈ സിഗ്മ മാത്രം ഇട്ടിരിക്കുന്നതാണ് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ, BMO. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൽ കാര്യങ്ങൾ. രണ്ട് ഹൈഡ്രജൻ്റെ 1s1 നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും എടുത്തു. ഇത് ഒരു ഹൈഡ്രജൻ്റെ 1s1, ഇത് സെക്കൻഡ് ഹൈഡ്രജൻ്റെ 1s1. അപ്പോൾ ആദ്യത്തേതിന് സൈ എ എന്ന് കൊടുക്കാം, മറ്റത് സൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രീക്ക് ലെറ്റർ ആണ്. അറ്റോമിക് ഓർബിറ്റൽ റെപ്രസെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഗ്രീക്ക് ലെറ്റർ ആണ് സൈ. ഇങ്ങനെ ഒരു യു ഷേപ്പ് വരച്ചിട്ട് നടക്കുന്ന ഒരു കട്ടിട്ട് കൊടുക്കുക, അതാണ് സൈ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് റെപ്രസെൻറ്റ്സ് ദി അറ്റോമിക് ഓർബിറ്റൽ. ഇനി അത് തമ്മിൽ ആഡ് ചെയ്യുന്നു, ഇമാജിൻ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ഇലക്ട്രോൺസ് നോക്കിക്കേ. ഇതെങ്ങനെ ഒരു ബോക്സോട് വരയ്ക്കാം, എന്നിട്ട് ഒരു ഇലക്ട്രോൺ, അതായത് ഈ ബോണ്ടിങ്ങിൽ ഒരു ഇലക്ട്രോൺ ഒന്ന് താഴേക്കും ഒന്ന് മേളിലേക്കും കൊടുക്കുക. ഇവിടെ രണ്ട് ഇലക്ട്രോൺ റെപ്രസെൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മേളിലേക്ക് കൊടുക്കുക ഒരു ഡയഗ്രാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇലക്ട്രോൺസ് ഇല്ല, കാരണം എന്താ, രണ്ട് ഇലക്ട്രോൺസും താഴത്തെ ഇവിടേക്ക് പോകുന്നു. അതുകൊണ്ട് മേളിലത്തെ മോളിക്കുലർ ഓർബിറ്റലിൽ ഇലക്ട്രോൺ ഇല്ല. നിങ്ങൾ നോക്കിയാൽ കാണാം, ഇവിടെ ഇലക്ട്രോൺ ഇല്ല, 0 ഇലക്ട്രോൺ ആണ്. അവിടെ ഇലക്ട്രോൺ ഇല്ല, കാരണം എന്താ, രണ്ട് ഇലക്ട്രോൺ കൂടി താഴത്തെ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിലേക്ക് പോകുന്നു, ഈ സൈഡിലേക്ക് പോകുന്നു. അപ്പോൾ ആൻറ്റി ബോണ്ടിങ്ങിൽ ഇലക്ട്രോൺ ഇല്ല. ഓക്കെ, ഇതാണ് ഹൈഡ്രജൻ മോളിക്യൂളിൻ്റെ മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം. അപ്പോൾ ആദ്യം രണ്ട് 1s1 രണ്ട് വശത്ത് എഴുതി, എന്നിട്ട് ഒരെണ്ണം ബോണ്ടിങ് വരയ്ക്കുക, മറ്റത് ആൻറ്റി ബോണ്ടിങ് മേളിലേക്ക് വരയ്ക്കുക. അപ്പോൾ രണ്ട് ടൈപ്പ് മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നു. ഒന്ന് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ, രണ്ടാമത്തേത് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. ഇത് നമുക്ക് സിഗ്മയാണ്, ഇത് സിഗ്മ സ്റ്റാർ. അഡീഷനും സബ്ട്രാക്ഷനും വഴിയാണ് ഫോം ചെയ്യുന്നത്. അഡീഷൻ വഴി ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ എന്ന് പറയും. സബ്ട്രാക്ഷൻ വഴിയാണെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. ഇത് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ട ആവശ്യമുള്ളൂ. ഇതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ആക്ച്വലി എടുക്കേണ്ട ആവശ്യമുള്ളൂ. എന്താണ് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ, എന്താണ് ആൻറ്റി ബോണ്ടിങ്. ബോണ്ടിങ് എന്ന് ഉദ്ദേശിക്കുന്നത് അറ്റോമിക് ഓർബിറ്റൽസ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ബോണ്ടിങ്. ഓക്കെ, അതിന് ലോവർ എനർജി ആയിരിക്കും. ആൻറ്റി ബോണ്ടിങ് എന്ന് പറയുന്നത് അറ്റോമിക് ഓർബിറ്റൽസ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു. സോ അതിന് മേളിലേക്കാണ് വരച്ചിരിക്കുന്നത്. അതിനർത്ഥം അതിൻ്റെ എനർജി കൂടുതലാണെന്ന് അർത്ഥം, ഇൻക്രീസിങ് എനർജി. ഓക്കെ, ഇനി നമുക്ക് ഈ അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യാൻ ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്, അത് നമുക്കൊന്ന് നോക്കാം. കണ്ടീഷൻസ് ഫോർ ദി കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അറ്റോമിക് ഓർബിറ്റൽസ് നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കമ്പൈനിങ് അറ്റോമിക് ഓർബിറ്റൽസ് മസ്റ്റ് ഹാവ് സെയിം ഓർ നിയർലി സെയിം എനർജി. അതായത് ഏകദേശം സെയിം എനർജി ആയിരിക്കും നമ്മൾ കമ്പൈൻ ചെയ്യുന്ന അറ്റോമിക് ഓർബിറ്റൽസ്. നേരത്തെ ഹൈഡ്രജൻ്റെ കേസ് നമ്മൾ പറഞ്ഞു, അവിടെ 1s ഓർബിറ്റലാണ് കമ്പൈൻ ചെയ്തത്. അതായത് ഇപ്പോൾ നിങ്ങൾ 1s ഓർബിറ്റലാണ് എടുക്കുന്നതെങ്കിൽ ആ 1s ഓർബിറ്റലിൽ 1s തന്നെ കൊടുക്കേണ്ടി വരും. അല്ലാതെ 1s എടുത്തിട്ട് 2s വെച്ച് കമ്പൈൻ ചെയ്യാൻ പറ്റത്തില്ല. ഇത് പറ്റത്തില്ല. 1s 2s അല്ലെങ്കിൽ 2p ഇങ്ങനെയുള്ള പോസിബിലിറ്റി ഒന്നും നമുക്ക് പറ്റത്തില്ല.
അതായത് 1s ഓർബിറ്റൽ എപ്പോഴും 1s ഓർബിറ്റൽ മാത്രമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ, കാരണം എനർജി സെയിം ആയിരിക്കണം. ഇനി കമ്പൈനിങ് അറ്റോമിക് ഓർബിറ്റൽസ് മസ്റ്റ് ഹാവ് സെയിം സിമെട്രിയും ഒരുപോലെ തന്നെ ഇരിക്കണം. അത് ഇവിടെ എന്താ സിമെട്രി എന്ന് ഉദ്ദേശിക്കുന്നത്? ഫോർ എക്സാമ്പിൾ 2p(x) ഓർബിറ്റൽ എടുത്തോ. അതായത് 2px എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കണേ? അത് എക്സ് ആക്സിസിലേക്ക് കൊടുത്തിരിക്കുന്ന പി ഓർബിറ്റലാണ് ഇത് 2px എന്ന് പറയുന്നത്. ഓക്കെ, ഇത് 2px ഓർബിറ്റലാണ്. എക്സ് ആക്സിസിലേക്ക് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന പി ഓർബിറ്റലാണ് 2px. ഇത് നമ്മൾ വേറൊരു അറ്റോമിക് ഓർബിറ്റൽ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ 2px തന്നെ എടുത്തോളാം. നമുക്കിവിടെ 2pyയോ അല്ലെങ്കിൽ 2pz ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ഇതൊന്നും പോസിബിൾ അല്ല. അതൊക്കെ നമ്മൾ റൂൾ ഔട്ട് ചെയ്യും. കാരണം എന്താ, പി വൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈ ആക്സിസിലേക്ക് പോയിരിക്കുന്ന 2p ഓർബിറ്റലാണ്. pz എന്താ, pz എന്ന് ഉദ്ദേശിക്കുന്നത് z ആക്സിസിലേക്ക് ഓറിയന്റ് ചെയ്തിരിക്കുന്നതാണ്. അവിടെ സിമെട്രി ഡിഫറെൻ്റ് ആണ്. നമുക്ക് പി വൈ വരച്ചു നോക്കാം. ഇത് പി വൈ ആണെന്ന് ഇരിക്കട്ടെ, 2py. 2pz ആണെന്നുണ്ടെങ്കിൽ ഇത് pz ആക്സിസ്, z ആക്സിസിലേക്ക് ഓറിയന്റ് ചെയ്തിരിക്കുന്നതാണ് 2pz. അപ്പോൾ അവിടെ സിമെട്രി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ സെയിം സിമെട്രി ഉള്ളത് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. 2px ആണെങ്കിൽ 2px ഓർബിറ്റിൽ മാത്രമായിട്ട് കമ്പൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. 2py ആണെങ്കിൽ 2py വെച്ച് മാത്രം കമ്പൈൻ ചെയ്യും. അതാണ് സിമെട്രി സെയിം ആയിരിക്കണം. അപ്പോൾ എനർജി സെയിം ആയിരിക്കണം, സിമെട്രി സെയിം ആയിരിക്കണം. പിന്നെന്താ, കമ്പൈനിങ് ഓർബിറ്റൽസ് മസ്റ്റ് ഓവർലാപ്പ് ടു ദ മാക്സിമം എക്സ്റ്റെൻറ്റ്. അതായത് ഓവർലാപ്പ് ചെയ്യുമ്പോൾ ഇത് ഒരു മാക്സിമം എക്സ്റ്റെൻറ്റിലേക്ക് ഓവർലാപ്പ് ചെയ്യാനായിട്ട് ഓവർലാപ്പ് ചെയ്യണം. മാക്സിമം എക്സ്റ്റെൻറ്റിൽ മാക്സിമം സൈഡിലേക്ക് ഇവർ ഓവർലാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടത്തുള്ളൂ. ഓക്കെ, ഇത് മൂന്നുമാണ് നമ്മുടെ കണ്ടീഷൻസ്. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഫസ്റ്റത്തെ പറഞ്ഞാൽ സെയിം എനർജി ആയിരിക്കണം. കമ്പൈൻ ചെയ്യുന്ന അറ്റോമിക് ഓർബിറ്റൽസിന് സെയിം എനർജി ആകണം. ഓക്കെ, സെക്കൻഡ് വൺ, ദേ ഹാവ് സെയിം സിമെട്രി ആൻഡ് ദേ മസ്റ്റ് ഓവർലാപ്പ് ടു ദി മാക്സിമം എക്സ്റ്റെൻറ്റ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മോളിക്കുലർ ഓർബിറ്റൽസ് ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് നോക്കാം. അതാണ് നമുക്ക് ആക്ച്വലി പഠിക്കേണ്ടത്. ടൈപ്സ് ഓഫ് മോളിക്കുലർ ഓർബിറ്റൽ. അപ്പം നമുക്ക് സിഗ്മ മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ട്, സിഗ്മ. അപ്പോൾ അതിൻ്റെ സിമ്പൽ നമുക്കറിയാം, സിഗ്മ. അതുപോലെ പൈ മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ട്, പൈ. പിന്നെ ഒന്നും കൂടി ഉണ്ട്, ഡെൽറ്റ. പക്ഷെ നിങ്ങൾക്ക് പഠിക്കാനില്ല. ഡെൽറ്റ മോളിക്കുലർ ഓർബിറ്റലും കൂടി ഉണ്ട്. പക്ഷെ അത് ഈ വർഷം അങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല. പക്ഷേ ഇത് മോളിക്കുലർ ഓർബിറ്റൽ തന്നെയാണ്. ഹയർ മോളിക്യൂൾസ് എടുക്കുമ്പോൾ വരുന്നതാണ് ഡെൽറ്റ മോളിക്കുലർ ഓർബിറ്റൽ. ഓക്കെ, നമുക്കത് രണ്ടെണ്ണം മാത്രം മതി, സിഗ്മ മോളിക്കുലർ ഓർബിറ്റലും പിന്നെ പൈ മോളിക്കുലർ ഓർബിറ്റൽ. ഓക്കെ, അപ്പോൾ സിഗ്മ മോളിക്കുലർ ഓർബിറ്റൽ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മൾക്ക് ഓൾറെഡി അറിയാം, 1s ഓർബിറ്റൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 1s ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് സിഗ്മ 1s. ഓക്കെ, ഈ 1s ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്യുന്നു, രണ്ട് 1s ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്യുന്നു. അപ്പം നമുക്ക് ഫോം ചെയ്യുന്നതാണ് സിഗ്മ 1s. ഓക്കെ, ഈ സിഗ്മ 1s തന്നെ അതിൻ്റെ തന്നെ ആൻറ്റി ബോണ്ടിങ് ഉണ്ട്. അപ്പോൾ സിഗ്മ ആൻറ്റി ബോണ്ടിങ് 1s എന്ന് പറയും, ആൻറ്റി ബോണ്ടിങ് 1s. അതുപോലെ സിഗ്മയ്ക്ക് 2s ഉണ്ട്. അത് രണ്ട് 2s ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് സിഗ്മ 2s വരുന്നത്. സിഗ്മ 2sൻ്റെ വേറൊരു മോളിക്യൂളാണ് സിഗ്മ ആൻറ്റി ബോണ്ടിങ് 2s. ഓക്കെ, അതുപോലെ തന്നെ സിഗ്മയുടെ വേറൊന്നാണ് 2pz ഓർബിറ്റൽസ്. 2pz ഓർബിറ്റൽസ്, രണ്ട് 2pz ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സിഗ്മ 2pz കിട്ടും. ഇത് ബോണ്ടിങ് ആണ്. ഇനി ആൻറ്റി ബോണ്ടിങ് എങ്ങനെ എഴുതാം? സിഗ്മ സ്റ്റാർ 2pz. അപ്പം തലയിലെല്ലാം സ്റ്റാർ ഇട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ആൻറ്റി ബോണ്ടിങ് എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ ടിക്കറ്റ് ഇരിക്കുന്നതൊക്കെ ആൻറ്റി ബോണ്ടിങ് ആണ്. സ്റ്റാർ വന്നിരിക്കുന്നതെല്ലാം ആൻറ്റി ബോണ്ടിങ്, സ്റ്റാർ ഇല്ലാതെ എഴുതിയിരിക്കുന്നതെല്ലാം ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. അപ്പോൾ എങ്ങനെയാണ് സിഗ്മ 1s ഫോം ചെയ്തത്? രണ്ട് 1s ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബോണ്ടിങ്ങും ഒരു ആൻറ്റി ബോണ്ടിങ്ങും കിട്ടും. രണ്ട് 2s കമ്പൈൻ ചെയ്യുന്നു, അപ്പോൾ ഒരു ബോണ്ടിങ്ങും ഒരു ആൻറ്റി ബോണ്ടിങ്ങും. രണ്ട് 2pz കമ്പൈൻ ചെയ്യുന്നു, സോ സിഗ്മ 2pz സിഗ്മ ആൻറ്റി ബോണ്ടിങ് 2pz ഫോം ചെയ്യുന്നു. ഇതുപോലെ തന്നെയാണ് പൈയുടെ കേസിലും. പൈയിൽ ഇതുപോലെ തന്നെ 2px കമ്പൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് പൈയുടെ തന്നെ 2px ആയിരിക്കും കിട്ടുന്നത്. ഇത് മോളിക്കുലർ ഓർബിറ്റലാണേ. അതുപോലെ 2py നമുക്ക് രണ്ട് 2py കമ്പൈൻ ചെയ്യാം. 2px പ്ലസ് 2px കമ്പൈൻ ചെയ്യുമ്പോൾ പൈ 2px. ഇനി പൈയുടെ ആൻറ്റി ബോണ്ടിങ് ഉണ്ട്, പൈ ആൻറ്റി ബോണ്ടിങ് 2px ഉണ്ട്. ഓക്കെ, അതുപോലെ 2py കമ്പൈൻ ചെയ്യുന്നു, രണ്ട് 2py. അപ്പോൾ എന്ത് കിട്ടും? പൈയുടെ 2py, അതുപോലെ പൈയുടെ ആൻറ്റി ബോണ്ടിങ് 2py. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഇത്രയും ഓർബിറ്റൽസ് നമ്മൾ ഈ +1 കെമിസ്ട്രിയിൽ പഠിക്കുന്നുള്ളൂ. അപ്പോൾ ഏതൊക്കെയാണ് മോളിക്കുലർ ഓർബിറ്റൽസ്? മോളിക്കുലർ ഓർബിറ്റൽസ് എന്ന് പറഞ്ഞത് സിഗ്മയും പൈയും വെച്ച് മാത്രമേ എഴുതത്തുള്ളൂ. ഓക്കെ, 1s 2s എഴുതുമ്പോൾ അതിൻ്റെ തലയിൽ സിഗ്മ കൊടുക്കും, സിഗ്മ അല്ലെങ്കിൽ പൈ. അപ്പോൾ രണ്ട് ടൈപ്പ് ഉണ്ട് മോളിക്കുലർ ഓർബിറ്റൽ, സിഗ്മയുണ്ട് പൈയുണ്ട്. 1s ആണെങ്കിൽ സിഗ്മ 1s സിഗ്മ ആൻറ്റി ബോണ്ടിങ് 1s. സിഗ്മ 1s ഉദ്ദേശിക്കുന്നത് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ, സിഗ്മ സ്റ്റാർ എന്ന് ഉദ്ദേശിക്കുന്നത് ആൻറ്റി ബോണ്ടിങ്.
രണ്ട് 2s ആണെങ്കിൽ സിഗ്മ ഓർബിറ്റലാണ് ഫോം ചെയ്യുന്നത്. അത് സിഗ്മ 2sഉം സിഗ്മ ആൻറ്റി ബോണ്ടിങ് 2sഉം. ബോണ്ടിങ് ഇങ്ങനെ ഫോം ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞു, അഡീഷൻ. അതായത് സിഗ്മ 1s ആഡ് ചെയ്യുമ്പോൾ സിഗ്മ 1s കിട്ടും. 1s ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സിഗ്മ 1s കിട്ടും. 1s തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് സിഗ്മ ആൻറ്റി ബോണ്ടിങ് 1s കിട്ടുന്നത്. രണ്ട് 2s ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സിഗ്മ 2s കിട്ടും. രണ്ട് 2s സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് സിഗ്മ ആൻറ്റി ബോണ്ടിങ് 2s കിട്ടും. രണ്ട് 2pകൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സിഗ്മ 2pz കിട്ടും. രണ്ട് 2pzകൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ സിഗ്മ ആൻറ്റി ബോണ്ടിങ് 2pzകൾ കിട്ടും. ഇനി പൈ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ എങ്ങനെയാണ്? രണ്ട് 2px നമ്മൾ ആഡ് ചെയ്യുന്നു. സോ 2px, പൈ 2px. ഇനി ഈ 2pxും സബ്ട്രാക്ട് ചെയ്യുന്നു. ഞാൻ പ്രത്യേകിച്ച് എഴുതിയിട്ടില്ല, നിങ്ങളങ്ങനെ അസ്യൂം ചെയ്താൽ മതി. സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് പൈ ആൻറ്റി ബോണ്ടിങ് 2px വരുന്നത്. അതുപോലെ തന്നെ രണ്ട് pyകൾ ആഡ് ചെയ്യുമ്പോൾ പൈ 2py കിട്ടും. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ പൈ ആൻറ്റി ബോണ്ടിങ് 2py കിട്ടും. അപ്പം ഇത്രയുമാണ് മോളിക്കുലർ ഓർബിറ്റൽസ്. സിഗ്മ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലും സിഗ്മ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ, ഇനി പൈ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ, പൈ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ്. ഓക്കെ. പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാൻ നോക്കാം. സാധാരണ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു മോളിക്കുലർ ഓർബിറ്റൽ നിങ്ങൾക്ക് തരും. മോളിക്കുലർ ഓർബിറ്റൽ തന്നിട്ട് അതിൻ്റെ മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം വരയ്ക്കാൻ പറയും. അല്ലെങ്കിൽ മോളിക്കുലർ സ്റ്റെബിലിറ്റി എങ്ങനെയാണെന്ന് ചോദിക്കും. അതിന് നേച്ചർ ഓഫ് ദ ബോണ്ട് എങ്ങനെയാണ്, ബോണ്ട് ലെങ്ത് എങ്ങനെയാണ്, മാഗ്നറ്റിക് നേച്ചർ എങ്ങനെയാണ്, ഈ വക കാര്യങ്ങളാണ് ചോദിക്കുന്നത്. നമുക്ക് കുറച്ച് മോളിക്യൂൾസിൻ്റെ സ്ട്രക്ചറെ പഠിക്കാനുള്ള ടെക്സ്റ്റ് ബുക്കിലാകെ അത്രയും മോളിക്യൂൾസിൻ്റെ ഒരു 5 മോളിക്യൂൾസിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഈ മോളിക്കുലർ ഓർബിറ്റൽ തിയറി കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്ത് പഠിക്കണം. അത് ഭയങ്കര സിമ്പിളാണ്. പക്ഷെ നമുക്ക് അതിന് മുന്നേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. സ്റ്റാർ ഉള്ളതെല്ലാം ആൻറ്റി ബോണ്ടിങ്, സ്റ്റാർ ഇല്ലാതെ എഴുതുന്നതെല്ലാം ബോണ്ടിങ്. അത് രണ്ട് കാര്യങ്ങൾ മനസ്സിൽ ശ്രദ്ധിച്ച് വെക്കണം. നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്സിജനും ഫ്ലൂറിനും ഉണ്ട്. ഇവർക്ക് ഒരു ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആണ് നമ്മൾ എഴുതുന്നത്. അതുപോലെ തന്നെ വേറെ ചില മോളിക്യൂൾസ് ഉണ്ട്. ലിഥിയം, Li2, ലിഥിയം മോളിക്യൂള്, ബെറിലിയം മോളിക്യൂള് Be2, അതിലെ ബോറോൺ മോളിക്യൂൾ, കാർബൺ മോളിക്യൂൾ, നൈട്രജൻ മോളിക്യൂൾ. ഇത്രയും മോളിക്യൂൾസിന് നമ്മൾ വേറൊരു ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആണ് എഴുതുന്നത്. അതായത് ഒരു മോളിക്കുലർ ഓർബിറ്റൽസ് അവിടെ ഡിഫറെൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എപ്പോഴും എഴുതുമ്പോൾ ഓഫ് ബ പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മൾ എഴുതിപ്പോൾ സിഗ്മ 1s, ഇതായത് സിഗ്മ എന്ന് പറയുന്നത് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. ഇത് എഴുതി കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ തന്നെ ആൻറ്റി ബോണ്ടിങ് എഴുതണം. എങ്ങനെയാണ് ആൻറ്റി ബോണ്ടിങ്? സ്റ്റാർ ഇട്ട് കൊടുക്കുക, സിഗ്മ ആൻറ്റി ബോണ്ടിങ് 1s എഴുതും. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് 2s. അപ്പോൾ 1s രണ്ടും നമ്മൾ എഴുതി. ഇനി നമ്മൾക്ക് 2s എഴുതണം, സിഗ്മ 2s. ഓക്കെ. ഇതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഇത് ഫോം ചെയ്യുന്നത് രണ്ട് s ഓർബിറ്റൽ കമ്പൈൻ ചെയ്യുന്നു, 2s ഓർബിറ്റൽ. ഇത് എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ തന്നെ ആൻറ്റി ബോണ്ടിങ്, സിഗ്മ ആൻറ്റി ബോണ്ടിങ്. ഓക്കെ. ഇത്രയും എഴുതി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എഴുതും, ഞാൻ താഴെ എഴുതുകയാണ് ബാക്കി കേട്ടോ. താഴെ ഞാൻ എഴുതുന്നു സിഗ്മ 2pz, ഇത് ബോണ്ടിങ് ആണ്. ഓക്കെ. ഇനി ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് പൈ 2px ആണ്. പൈ 2px, അതായത് നേരത്തെ ഞാൻ കാണിച്ചു 2pxകൾ ഫോം ചെയ്യുമ്പോൾ ആൻറ്റി ബോണ്ടിങ് പൈ മോളിക്കുലർ ഓർബിറ്റലാണ് ഫോം ചെയ്യുന്നത്. ഇതിനോട് ഈക്വൽ ആണ് പൈ 2py. ഇവരെ എനർജി രണ്ടും ഈക്വൽ ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇട്ട് വയ്ക്കുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് ഇത് കഴിഞ്ഞിട്ട് എഴുതേണ്ടത് ഇതിൻ്റെ തന്നെ ഈ പൈയുടെ തന്നെ ആൻറ്റി ബോണ്ടിങ് എഴുതി വെക്കുക. പൈ ആൻറ്റി ബോണ്ടിങ് 2px ഇസ് ഈക്വൽ ടു പൈ ആൻറ്റി ബോണ്ടിങ് 2py. ഓക്കെ. അത് കഴിഞ്ഞിട്ടാണ് സിഗ്മയുടെ ആൻറ്റി ബോണ്ടിങ് വരുന്നുള്ളൂ. അത് പ്രത്യേകിച്ച് നോട്ട് ചെയ്യണം. സിഗ്മ ആൻറ്റി ബോണ്ടിങ് ലാസ്റ്റാണ് വരുന്നത്, സിഗ്മ ആൻറ്റി ബോണ്ടിങ് 2pz. അപ്പോൾ ഓക്സിജനും ഫ്ലൂറിനും ഉള്ള മോളിക്യൂൾസിൽ നമ്മൾ ഇങ്ങനെയാണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ്റെ ഒരു സീക്വൻസ് വരുന്നത്. അതേസമയം ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ ഒക്കെ സീക്വൻസ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അവരുടെ കോൺഫിഗറേഷൻ നമുക്ക് നോക്കാം. അവിടെ ആദ്യം വരുന്നത് സിഗ്മ 1s ആണ് വരുന്നത്. അതൊക്കെ സെയിം തന്നെ വരും, സിഗ്മ 1s. അത് കഴിഞ്ഞിട്ട് നമുക്ക് സിഗ്മ ആൻറ്റി ബോണ്ടിങ് 1s എഴുതി വയ്ക്കാം. ഓക്കെ. സിഗ്മ 2s, അതിൻ്റെ തന്നെ സിഗ്മ ആൻറ്റി ബോണ്ടിങ് 2s എഴുതാം. ഓക്കെ. ഇത്രയും നമ്മൾ മറ്റതുപോലെ സെയിം തന്നെയാണ്. ഇത് ഇത്രയും രണ്ടിലും സെയിം ആണ്. ഇനി നമുക്ക് വ്യത്യാസം വരുന്നത്, നേരത്തെ നമ്മൾ സിഗ്മ ഓക്സിജൻ ആൻഡ് ഫ്ലൂറിനിൽ നമ്മൾ ആദ്യം സിഗ്മ 2pz എഴുതി. ഇവിടെ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പൈ ആണ് എഴുതി പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നിങ്ങൾ എഴുതുന്നത് പൈ 2px ആണ്. പൈ 2px ഇസ് ഈക്വൽ ടു പൈ 2py. ഓക്കെ. ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് സിഗ്മ 2pz വരുന്നത്, സിഗ്മ 2pz. അത് കഴിഞ്ഞിട്ട് നമുക്ക് പൈയുടെ ആൻറ്റി ബോണ്ടിങ് ഇട്ട് കൊടുക്കണം. പൈ ആൻറ്റി ബോണ്ടിങ് 2px ഇസ് ഈക്വൽ ടു പൈ ആൻറ്റി ബോണ്ടിങ് 2py. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ സിഗ്മ 2pz തന്നെ. അത് രണ്ടിലും ഒന്നുപോലെ തന്നെ.
അപ്പോൾ രണ്ട് തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കേ. ഓക്സിജൻ ആൻഡ് ഫ്ലൂറിൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൽ സിഗ്മ 2p z ആദ്യം എഴുതി, അത് കഴിഞ്ഞിട്ടാണ് പൈ 2px പൈ 2py വരുന്നത്. പക്ഷേ ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ ഈ മോളിക്യൂൾസിന് ആദ്യമേ തന്നെ പൈ 2px പൈ 2py എഴുതണം. അത് കഴിഞ്ഞിട്ടാണ് സിഗ്മ 2pz എഴുതാൻ. ഓക്കെ, ബാക്കി ഓർഡർ രണ്ടും സെയിം തന്നെയാണ്. ഈ ഒരു വ്യത്യാസം രണ്ട് കേസിലും മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതാണ് നമ്മളുടെ സീക്വൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മോളിക്കുലർ ഓർബിറ്റൽസ് സിഗ്മ ഓർബിറ്റലും പൈ ഓർബിറ്റലും എഴുതുന്നതിൻ്റെ ഓർഡർ നമ്മൾ കാണാതെ പഠിച്ചു വയ്ക്കണം. ഇനി നമുക്ക് അറിയേണ്ടത് ഈ മോളിക്കുലർ ഓർബിറ്റൽസ് എഴുതി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബിഹേവിയർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് സ്റ്റേബിൾ ആണോ, മോളിക്യൂൾസ് സ്റ്റേബിൾ ആണോ അല്ലയോ എന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അതായത് സ്റ്റെബിലിറ്റി ഓഫ് മോളിക്യൂൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ സ്റ്റെബിലിറ്റി ഓഫ് മോളിക്യൂൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു ഇക്വേഷൻ അങ്ങോട്ട് എഴുതും. അതായത് ബോണ്ടിങ് ഇലക്ട്രോൺസ് എത്രയാണെന്ന് നോക്കണം, അതുപോലെ ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺസ് എത്രയാണെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ബോണ്ടിങ് മോളിക്യൂൾസ്, ഇപ്പോൾ NB എന്നുള്ളത് ബോണ്ടിങ് ഇലക്ട്രോൺസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺ, അതുപോലെ NA എന്നുള്ളത് നമ്പർ ഓഫ് ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺ. ഈ ബോണ്ടിങ് ഇലക്ട്രോൺസ് ഇപ്പോൾ രണ്ട് കണ്ടീഷൻ നമ്മൾ ഇതിൽ പഠിക്കണം. ഇനി ബോണ്ടിങ് ഇലക്ട്രോൺസ് മോർ ആണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസ് ഇസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ആൻറ്റി ബോണ്ടിങ്, അതായത് ബോണ്ടിങ് ഇലക്ട്രോൺസ് കൂടുതലാണ് ആൻറ്റി ബോണ്ടിങ്ങിനേക്കാൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മോളിക്യൂൾ സ്റ്റേബിൾ ആയിരിക്കും. മോളിക്യൂൾ ഈസ് സ്റ്റേബിൾ. ഇനി റിവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, അതായത് NA നമ്പർ ഓഫ് ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺസ് കൂടുതലാണ് എന്തിനേക്കാളും, ബോണ്ടിങ്ങിനേക്കാളും, അങ്ങനെയാണെങ്കിൽ മോളിക്യൂൾ അൺസ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, ഇതാണ് സ്റ്റെബിലിറ്റിയെ കുറിച്ച് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം. പിന്നെ ഇതിൽ നമ്മൾ ചെയ്യുന്നത് ബോണ്ട് ഓർഡർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാൻ, അതായത് ബോണ്ട് ഓർഡർ ഉദ്ദേശിക്കുന്നത് സിംഗിൾ ബോണ്ട് ആണോ, ഡബിൾ ബോണ്ട് ആണോ, ഡബിൾ ബോണ്ട് ആണോ, അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ആണോ, എന്നൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ എടുക്കുന്ന ഒരു സിമ്പിൾ മെത്തേഡ് എന്ന് പറയുന്നത് ബോണ്ട് ഓർഡർ ഇക്വേഷൻ അവിടെ പഠിച്ചു വയ്ക്കുക. ഹാഫ് ഇൻറ്റു NB മൈനസ് NA ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് NB മൈനസ് NA ചെയ്യണം. ബോണ്ടിങ് ഇലക്ട്രോൺസ് മൈനസ് നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് എടുത്തിട്ട്, അതായത് ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺസ് എടുത്തിട്ട് അതിനെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദി ബോണ്ട് ഓർഡർ. ഓക്കെ, 1 ആണ് കിട്ടണമെന്നുണ്ടെങ്കിൽ സിംഗിൾ ബോണ്ട് ആയിരിക്കും, 2 ആണെന്നുണ്ടെങ്കിൽ ഡബിൾ ബോണ്ട്, 3 ആണെന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ആയിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾക്ക് ബോണ്ട് ലെങ്ത് ഉണ്ട്. ബോണ്ട് ലെങ്ത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ബോണ്ട് ലെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത് അറിയാലോ, രണ്ട് ആറ്റംസ് തമ്മിലുള്ള ആ ലെങ്തിനെയാണ് ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ബോണ്ട് ഓർഡർ കൂടുതലാണെന്നുണ്ടെങ്കിൽ ബോണ്ട് ലെങ്ത് കുറവായിരിക്കും. സോ ഇവിടെ ഒറ്റ കാര്യം മാത്രം ഓർത്തുക, ബോണ്ട് ലെങ്ത് ഡിക്രീസസ് വെൻ ബോണ്ട് ഓർഡർ ഇൻക്രീസസ്. ഓക്കെ, ഒറ്റൊരു റീസൺ മാത്രം, ഒരു പോയിന്റ് മാത്രം ഓർത്ത് വയ്ക്കുക. ബോണ്ട് ലെങ്ത് എന്ത് ചെയ്യുന്നു, ബോണ്ട് ലെങ്ത് ഡിക്രീസ് ചെയ്യുന്നു, ഡിക്രീസസ് വെൻ ബോണ്ട് ഓർഡർ ഇൻക്രീസസ്. ഇതെന്താ ഇതിനർത്ഥം? അതായത് ബോണ്ട് ഓർഡർ 3 ആണെന്ന് ഇരിക്കട്ടെ, അപ്പോൾ എന്ത് ബോണ്ട്, അത് ട്രിപ്പിൾ ബോണ്ടാണ്. ട്രിപ്പിൾ ബോണ്ട് ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ബോണ്ട് ലെങ്ത് കുറവായിരിക്കും, ബോണ്ട് ലെങ്ത് സ്മോൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് 1 കിട്ടി, ബോണ്ട് ഓർഡർ 1 കിട്ടി. അപ്പോൾ എന്ത് ബോണ്ടാണ്, സിംഗിൾ ബോണ്ടാണ്. സിംഗിൾ ബോണ്ട് ആണെന്നുണ്ടെങ്കിൽ ബോണ്ട് ലെങ്ത്തിന് എന്ത് പറ്റും, ബോണ്ട് ലെങ്ത് ഇൻക്രീസ് ആയിരിക്കും. അപ്പോൾ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. സിംഗിൾ ബോണ്ട് എന്ന് പറയുന്നത് നീളം കൂടുതലായിരിക്കും ഏതിനേക്കാളും, ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടിനേക്കാളും. അത്രയേ ഉള്ളൂ. പിന്നെ ഇതിൽ നിന്ന് നമ്മൾ ഈ മോളിക്കുലർ ഓർബിറ്റൽ തിയറി വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്ന വേറൊരു പോയിന്റാണ് മാഗ്നറ്റിക് നേച്ചർ. അതായത് മോളിക്യൂൾ നമ്മൾ കൊണ്ടുപോയിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മോളിക്യൂൾ അത് അട്രാക്ട് ചെയ്യോ ഇല്ലയോ എന്ന് പറയുന്നതാണ് മാഗ്നറ്റിക് നേച്ചർ. ഓക്കെ, അപ്പം രണ്ട് മാഗ്നറ്റിക് നേച്ചർ നമ്മൾ പറഞ്ഞത്, അട്രാക്ട് ചെയ്യുന്നില്ല മോളിക്യൂൾ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചു, അപ്പോൾ അട്രാക്ട് ചെയ്യുന്നില്ല, അതാണ് ഡയാമാഗ്നറ്റിക്. ഓക്കെ, അട്രാക്ട് ചെയ്യുന്നില്ല, അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന വേണ്ട റിപ്പൽ ചെയ്യുന്ന, റിപ്പൽഡ്, മാഗ്നറ്റിക് ഫീൽഡിൽ റിപ്പൽ ചെയ്യുന്നു, അതാണ് ഡയാമാഗ്നറ്റിക്. ഇനി വേറൊരു ടേം നമുക്ക് പഠിക്കേണ്ടത് പാരാമാഗ്നറ്റിക്. പ്രത്യേകിച്ചൊന്നുമില്ല, ഭയങ്കര സിമ്പിളാ. പാരാമാഗ്നറ്റിക് എന്ന് ഉദ്ദേശിക്കുന്നത് അട്രാക്ട് ചെയ്യുന്നു, അട്രാക്റ്റഡ് ബൈ ദി മാഗ്നറ്റിക് ഫീൽഡ്. മോളിക്യൂളിനെ നിങ്ങൾ കൊണ്ടുപോയി മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുപോയിരിക്കുന്നു, സോ ഇറ്റ് ഈസ് അട്രാക്റ്റിംഗ്, ദാറ്റ്സ് കോൾഡ് പാരാമാഗ്നറ്റിക്. അപ്പോൾ ഡയാമാഗ്നറ്റിക്കും പാരാമാഗ്നറ്റിക്കും എങ്ങനെ അറിയും നമ്മൾ? ഇലക്ട്രോൺസ് ഒക്കെ പെയർ ആണോ നോക്കുക. ഇലക്ട്രോൺസ് പെയർ ആണെന്നുണ്ടെങ്കിൽ അത് ഡയാമാഗ്നറ്റിക് ആയിരിക്കും. ഇലക്ട്രോൺസ് അൺപെയർ ആണെന്നുണ്ടെങ്കിൽ, ഇലക്ട്രോൺ അൺപെയർഡ് ആണ്, അതായത് ഒറ്റക്ക് നിൽക്കുന്നു, സിംഗിളായിട്ട് നിൽക്കുന്നു, അങ്ങനെയാണെങ്കിൽ അത് പാരാമാഗ്നറ്റിക് ആയിരിക്കും. അത്രയേ ഉള്ളൂ.
അപ്പോൾ നമ്മൾ മോളിക്കുലർ ഓർബിറ്റൽ തിയറി വെച്ച് ഈ 4-5 കാര്യങ്ങളാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഒന്നാമത് സ്റ്റെബിലിറ്റി. സ്റ്റെബിലിറ്റി എങ്ങനെ ചെയ്യുക? ബോണ്ടിങ് ഇലക്ട്രോൺസ് കൂടുതലാണോ നോക്കുക. ബോണ്ടിങ് ഇലക്ട്രോൺസ് ആണ് നമ്പർ ഓഫ് ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോണിനേക്കാളും കൂടുതലെങ്കിൽ സോ ഇറ്റ് ഇസ് സ്റ്റേബിൾ. തിരിച്ചാണെന്നുണ്ടെങ്കിൽ അൺസ്റ്റേബിൾ. ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യണം. അതേ സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ബോണ്ട് ഓർഡർ ഈക്വൽ ടു ½ × NB - NA ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ബോണ്ട് ലെങ്ത് നോക്കുക. അതായത് ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ബോണ്ട് ലെങ്ത് കുറവായിരിക്കും ഡബിൾ ബോണ്ടിനേക്കാളും. ഡബിൾ ബോണ്ടിൻ്റെ ബോണ്ട് ലെങ്ത് സിംഗിൾ ബോണ്ടിനേക്കാളും കുറവായിരിക്കും. അതായത് ഇൻവേഴ്സ് റിലേഷൻ ആണ്. ഇനി മാഗ്നറ്റിക് നേച്ചർ. മാഗ്നറ്റിക് നേച്ചർ എന്ന് വെച്ചാൽ എന്താണ്? മോളിക്യൂൾ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അട്രാക്ട് ചെയ്യോ റിപ്പൽ ചെയ്യോ എന്ന് പറയുന്നതാണ് മാഗ്നറ്റിക് നേച്ചർ. അപ്പം അട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും പാരാമാഗ്നറ്റിക്. അങ്ങനെ അട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ എന്താണ്? എവിടെയെങ്കിലും ഒരു ഇലക്ട്രോൺസ് അൺപെയർഡ് ആയിട്ട് നിൽക്കണം, സിംഗിൾ ആയിട്ട് നിൽക്കണം. സോ ദാറ്റ് ഇലക്ട്രോൺ ക്യാൻ അട്രാക്ട് ദി മാഗ്നറ്റിക് ഫീൽഡ്. എല്ലാ ഇലക്ട്രോൺസും പെയർഡ് ആയിട്ടാണ് നമ്മൾ കോൺഫിഗറേഷൻ എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് അത് റിപ്പൽ ചെയ്യും മാഗ്നറ്റിക് ഫീൽഡിൽ. സോ ഇറ്റ് ഇസ് ഡയാമാഗ്നറ്റിക്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് പ്രെഡിക്റ്റ് ചെയ്യേണ്ടത് മോളിക്കുലർ ഓർബിറ്റൽ തിയറി വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 1-2 മോളിക്യൂൾസിനെ ഒന്ന് എഴുതി നോക്കാം. മോളിക്കുലർ ഓർബിറ്റൽ തിയറി വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു മോളിക്യൂളിൻ്റെ ബോണ്ട് ഓർഡറും അതിൻ്റെ സ്ട്രക്ചറൊക്കെ എങ്ങനെ നമുക്ക് നോക്കാം. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മോളിക്യൂൾ നമുക്ക് പഠിക്കുന്നത് ഹൈഡ്രജൻ വെച്ച് നമുക്ക് തുടങ്ങി നോക്കാം. ഹൈഡ്രജൻ മോളിക്യൂൾ. ഹൈഡ്രജൻ മോളിക്യൂളിൽ നോക്കിക്കേ, അതിൻ്റെ ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ നമുക്കറിയാം 1 ആണ്. അപ്പോൾ കോൺഫിഗറേഷൻ എങ്ങനെ ഒരു 1s1 അല്ലേ? അപ്പോൾ ഇവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഇലക്ട്രോൺ. അപ്പോൾ ഹൈഡ്രജൻ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 ഹൈഡ്രജൻ ആറ്റംസ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഹൈഡ്രജൻ മോളിക്യൂൾ കിട്ടുന്നത്, H2. അതായത് 2 1s1 ഇവിടെ നമുക്ക് വേണം. ഓക്കെ, 1s1. അപ്പോൾ നമുക്ക് കിട്ടും 2 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഒരു ഹൈഡ്രജൻ 1 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഹൈഡ്രജൻ 2 ഇലക്ട്രോൺ. സോ മൊത്തം എത്ര ഇലക്ട്രോൺ വേണം? 2 ഇലക്ട്രോൺസ്. 2 ഇലക്ട്രോൺസ് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ കോൺഫിഗറേഷൻ ആദ്യം തന്നെ എഴുതണം. H2 എന്ന് ആദ്യം എഴുതി വെക്കുക. എന്നിട്ട് ഇതിൻ്റെ കോൺഫിഗറേഷൻ എഴുതുക. എങ്ങനെയാണ് മോളിക്കുലർ ഓർബിറ്റൽ വരുന്നത്? σ1s. കാരണം 2 1s ആണല്ലോ ഇവിടെ കമ്പൈൻ ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് വിൽ ബി σ1s. എത്ര ഇലക്ട്രോൺസ് ആഡ് ചെയ്യണം? 2 ഇലക്ട്രോൺസ്. 2 ഹൈഡ്രജനും കൂടി നമുക്ക് ആകെ 2 ഇലക്ട്രോണേ ഉള്ളൂ. സോ σ1s2. ഇതാണ് കോൺഫിഗറേഷൻ. നമുക്ക് ബോണ്ട് ഓർഡർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ എങ്ങനെ ഇരിക്കും? ബോണ്ട് ഓർഡർ എന്താ ഇക്വേഷൻ? ½ × NB - NA. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സിഗ്മ എന്നുള്ള സംഗതി മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഇത് നമുക്ക് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലാണ്. ഓക്കെ, അവിടെ നമുക്ക് എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഇലക്ട്രോൺ ഉണ്ട്. σ1s2 എന്നാണ് ഞാൻ എഴുതിച്ചിരിക്കുന്നത്. നമുക്ക് ആൻറ്റി ബോണ്ടിങ് σ* ഇവിടെ ഉണ്ടോ? ഇല്ല, ആൻറ്റി ബോണ്ടിങ് ഇല്ല. അപ്പോൾ എത്ര ഇലക്ട്രോണാ? 0 ഇലക്ട്രോൺ ഇല്ല, 0 ഇലക്ട്രോൺ. ഓക്കെ, അതായത് NB എന്ന് പറയുന്നത് ബോണ്ടിങ് ഇലക്ട്രോൺസ് എത്രയാണ്? 2. ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺസ് ഇല്ല, സോ ഇറ്റ് ഇസ് 0. സോ ഫോർമുല എങ്ങനെ വരും? ½ × 2 - 0. 2 - 0 എന്ന് പറഞ്ഞാൽ 2/2. എത്രയാണ് വരുന്നത്? 1. അപ്പോൾ ബോണ്ട് ഓർഡർ 1 ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് ഉദ്ദേശിക്കുന്നത് സിംഗിൾ ബോണ്ട് ആയിരിക്കും. ഹൈഡ്രജൻ ഹൈഡ്രജൻ ബോണ്ട്, ഹൈഡ്രജൻ ഹൈഡ്രജൻ ബോണ്ട് ഈസ് എ സിംഗിൾ ബോണ്ട്. ഓക്കെ, ഇനി നമുക്കറിയേണ്ടത് ഇവിടെ വല്ല ഇതിന് ഡയാമാഗ്നറ്റിക് ആണോ പാരാമാഗ്നറ്റിക് ആണോ എന്നൊക്കെ നോക്കുക. അതിന് ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ പറഞ്ഞപ്പോൾ ഡയാമാഗ്നറ്റിക് ആണെങ്കിൽ ഇലക്ട്രോൺ എല്ലാം പെയർഡ് ആയിരിക്കും. സോ ഈ ഇലക്ട്രോൺസിലേക്ക് നോക്കിക്കേ, 1s2 എന്ന് എഴുതിയിരിക്കണേ. 2 ഇലക്ട്രോൺസ് ഉണ്ട്. അതായത് ഒരെണ്ണം സ്പിൻ ക്ലോക്ക് വൈസ്, മറ്റത് സ്പിൻ ആൻറ്റി ക്ലോക്ക് വൈസും ആണ്. അത് പെയർ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ മോളിക്യൂള് ഡയാമാഗ്നറ്റിക് ആണ്. അപ്പം മാഗ്നറ്റിക് നേച്ചർ നമ്മളിപ്പോൾ പറയേണ്ടത് ഡയാമാഗ്നറ്റിക്. ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. ഇത്രയും സിമ്പിളാണ് മോളിക്കുലർ ഓർബിറ്റൽ തിയറി. ഓക്കെ, നമുക്ക് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മോളിക്യൂൾ നമുക്ക് എഴുതി നോക്കാം. നമുക്ക് ലിഥിയത്തിൻ്റെ ഹീലിയത്തിൻ്റെ കേസ് എടുത്ത് നോക്കാം. ഹീലിയം മോളിക്യൂൾ. ഹീലിയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോളിക്യൂളാണ്. ഹീലിയം ഫോം ചെയ്യുന്നുണ്ടോ അല്ലയോ എന്നൊക്കെ ചോദിക്കാറുണ്ട് എപ്പോഴും. He2 മോളിക്യൂൾ, അതായത് ഹീലിയം മോളിക്യൂൾ. He എന്ന് വെച്ചാൽ ഹീലിയം. ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 2 ആണ്. അപ്പോൾ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 1s2 എന്ന് വരും. 2 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ He2 എന്ന് പറയുമ്പോൾ എത്രയായി? 2 + 2 അല്ലേ? നമുക്ക് 4 ഇലക്ട്രോൺസ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യണം. കോൺഫിഗറേഷൻ എഴുതി നോക്കിക്കോളൂ. He2 ഹീലിയം മോളിക്യൂൾ. 2 ഹീലിയം കേട്ടോ. He2 2 ഹീലിയം കമ്പൈൻ ചെയ്യണം നമുക്കിവിടെ. He + He എന്നാലേ He2 കിട്ടത്തുള്ളൂ. അപ്പോൾ 2 ഹീലിയത്തിന് കോൺഫിഗറേഷൻ നോക്കിക്കേ. ആദ്യം തന്നെ σ1s എഴുതണം നമ്മൾ. അതാണ് നമ്മുടെ ഓർഡർ. σ1s, അതിൽ 2 ഇലക്ട്രോൺസ്, മൊത്തം 4 ഇലക്ട്രോൺ ഉണ്ടല്ലോ. ഈ 4 ഇലക്ട്രോൺസ് നമ്മൾ കോൺഫിഗറേഷൻ എഴുതി റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ σ1s 2 ഇലക്ട്രോൺ, സിഗ്മ കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏതാണ്?
സിഗ്മ ആൻറ്റി ബോണ്ടിങ് 1s2. അപ്പോൾ കൗണ്ട് ചെയ്ത് നോക്കിക്കേ, മൊത്തം എത്ര ഇലക്ട്രോൺസ് വന്നു? സിഗ്മ 1s രണ്ടെണ്ണം, സിഗ്മ ആൻറ്റി ബോണ്ടിങ്ങിൽ രണ്ടെണ്ണം. അപ്പോൾ മൊത്തം 4 ഇലക്ട്രോണായി. ഇനി ഇലക്ട്രോണിൻ്റെ ആവശ്യമില്ല അവിടെ. അപ്പോൾ നമ്മൾ കോൺഫിഗറേഷൻ എഴുതി. ഇനി നമുക്ക് ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാം. സോ ബോണ്ട് ഓർഡറിൻ്റെ ഫോർമുല എന്താ? ഹാഫ് ഇൻറ്റു NB മൈനസ് NA. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കിക്കേ. NB എത്രയാ? ബോണ്ടിങ് ഇലക്ട്രോൺസ് എത്ര വരും? സിഗ്മ 1s2 എന്നുള്ളതാണ് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. അപ്പോൾ അവിടെ 2 ഇലക്ട്രോൺസ് ഉണ്ട്, 2 ഇലക്ട്രോൺ. ഇനി NA എത്രയാണ്? ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺ, അതും 2 എണ്ണം തന്നെയുള്ളൂ. ഏതാണ് ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺ എന്ന് ഉദ്ദേശിക്കുന്നത്? ഇവിടെ 2 ഇലക്ട്രോൺ ഞാൻ എഴുതിയത് സിഗ്മ 1s2ൻ്റെ 2 ഇലക്ട്രോൺ. ആൻറ്റി ബോണ്ടിങ് ഏതാ? സിഗ്മ ആൻറ്റി ബോണ്ടിങ് 1s2. ഇതാണ് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ, ABMO. ഈ മേളിൽ പറഞ്ഞതാണ് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. ഓക്കെ, അപ്പോൾ എഴുതിക്കേ, ഹാഫ് ഇൻറ്റു 2 മൈനസ് 2. 2 മൈനസ് 2 എത്രയാ? 0. 0/2 മീൻസ് 0. ബോണ്ട് ഓർഡർ 0 ആണെന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കണേ? ഇത് ബോണ്ട് ഓർഡർ നമുക്ക് 0 കിട്ടിയിരിക്കണേ. ഈ മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, 0 ബോണ്ട് ഓർഡർ ആണ്. സോ മോളിക്യൂൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. ഓക്കെ, നമുക്ക് എഴുതാം അൺസ്റ്റേബിൾ മോളിക്യൂൾ, അൺസ്റ്റേബിൾ ആൻഡ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഓക്കെ, ഇനി ഇത് എക്സിസ്റ്റ് ചെയ്യാത്ത മോളിക്യൂൾ നമുക്ക് പാരാമാഗ്നറ്റിക് ആണോ ഡയമാഗ്നറ്റിക് ആണോ എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പം ഇത്ര എഴുതിയാൽ മതി. പിന്നെ നമുക്ക് ഒരു മോളിക്യൂളും കൂടെ എഴുതി നിർത്താം. അത് ഞാൻ ഓക്സിജൻ മോളിക്യൂളാണ് എഴുതാൻ പോകുന്നത്. കാരണം ഓക്സിജൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ കുറച്ച് ഡിഫറെൻ്റ് ആണ്. സോ നമുക്ക് ഓക്സിജൻ നോക്കാം. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഓക്സിജൻ മോളിക്യൂൾ. ഓക്കെ, ഇപ്പം നമ്മൾ ദ ഗ്രേറ്റ് ഓക്സിജൻ മോളിക്യൂൾ. ഓക്സിജൻ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതേണ്ടത്? 2 ഓക്സിജൻ ആറ്റം കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഓക്സിജൻ മോളിക്യൂൾ കിട്ടുന്നത്. സോ O2. ഒരു ഓക്സിജനിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 8. അറ്റോമിക് നമ്പർ 8 ആണ് ഓക്സിജൻ്റെ. സോ 2 ഓക്സിജനും കൂടിയുമ്പോൾ എത്ര കിട്ടി? 16 ഇലക്ട്രോൺസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ O2 മോളിക്യൂളിൽ 16 ഇലക്ട്രോൺസ് എഴുതാൻ പോവാണ്. കോൺഫിഗറേഷൻ നമ്മൾ എവിടുന്ന് തുടങ്ങും? നമ്മൾ 1s2 തുടങ്ങാം. സിഗ്മ 1s2 2 ഇലക്ട്രോൺ. അത് കഴിഞ്ഞിട്ട് ആരാ അടുത്തത്? ഇതിൻ്റെ തന്നെ ആൻറ്റി ബോണ്ടിങ് ആണ്. അത് സിഗ്മ ആൻറ്റി ബോണ്ടിങ്, സിഗ്മ സ്റ്റാർ എന്ന് പറയണം, 1s2. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തത് ബോണ്ടിങ്, സെക്കൻഡ് വൺ ആൻറ്റി ബോണ്ടിങ്. സ്റ്റാർ ഉള്ളതെല്ലാം ആൻറ്റി ബോണ്ടിങ്. ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഏതാണ്? സിഗ്മ 2s2, സിഗ്മ ആൻറ്റി ബോണ്ടിങ് 2s2. ഇതൊക്കെ നമ്മൾ നേരത്തെ കോൺഫിഗറേഷൻ്റെ പാറ്റേൺ എഴുതി, അതിൽ നിന്നാണ് എഴുതിക്കൊണ്ടുവരുന്നത് കേട്ടോ. സിഗ്മ ആൻറ്റി ബോണ്ടിങ് 2s2. അപ്പം എത്ര ഇലക്ട്രോൺസ് ഇവിടെ എഴുതി എന്നുള്ളത് കൗണ്ട് ചെയ്തോളാം മനസ്സിൽ. സോ 2 + 2 4, 4 + 2 6, 6 + 2 8. 8 ഇലക്ട്രോൺസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. ഇനി 8 കൂടി ചെയ്യണം. ഇനി സിഗ്മ 2s2 കഴിഞ്ഞാൽ നെക്സ്റ്റ് ഏതാ? സിഗ്മ 2pz. ഇതിൽ 2 ഇലക്ട്രോൺ ഇട്ട് കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പൈ ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. പൈ 2pxഉം പൈ 2pyയും ഇവർക്ക് ഈക്വൽ എനർജിയാണ്, അതുകൊണ്ട് ഒന്നിച്ച് എഴുതി പോകുന്നു. ഇത് 2 ഇലക്ട്രോൺ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എത്ര ഞാൻ ചെയ്തു? 2 4 6 8 10 14 ഇലക്ട്രോൺസ് ഞാനിവിടെ കൊടുത്തു കഴിഞ്ഞു. ഇനി 16 2 കൂടെ ബാക്കിയുള്ളൂ. ഇനി ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ഈ പൈയുടെ തന്നെ ആൻറ്റി ബോണ്ടിങ് ആണ്. ഞാനിവിടെ സ്പേസ് ഇല്ലാത്തതാണ്, അല്ലെങ്കിൽ വേണ്ട ഞാൻ കുറച്ച് നീക്കാം. ഓക്കെ, പൈയുടെ ആൻറ്റി ബോണ്ടിങ് എഴുതാം നമുക്ക്. പൈ ആൻറ്റി ബോണ്ടിങ്, പൈ ആൻറ്റി ബോണ്ടിങ് കണ്ടോ, സ്റ്റാർ ഇട്ട് കൊടുക്കുക. 2pxഉം = പൈ ആൻറ്റി ബോണ്ടിങ് 2py. ഇവിടെ എഴുതുമ്പോൾ ഇനി 2 ഇലക്ട്രോൺ കൂടി നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ 2 ഇലക്ട്രോൺ നമ്മൾ 2pxൽ ഇട്ട് കൊടുക്കത്തില്ല. ഓക്കെ, അവിടെ നമ്മൾ 2ലും ഓരോ ഇലക്ട്രോൺ ഇട്ട് കൊടുക്കും. കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ കോൺഫിഗറേഷൻ വരുന്നത്. അപ്പം ഞാൻ ഇവിടെ മൊത്തം 16 ഇലക്ട്രോൺസ് റെപ്രസെൻറ്റ് ചെയ്തു. കൗണ്ട് ചെയ്ത് നോക്കിക്കേ. 2 2 4 6 8 10 12 14 15 16. അപ്പോൾ ലാസ്റ്റുള്ള 2 ഇലക്ട്രോൺ ഞാൻ ഒരുമിച്ചിട്ടില്ല, പകരം pxൽ 1ഉം pyൽ 1 ആയിട്ട് ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ ബോണ്ടിങ് ഇലക്ട്രോൺസും നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസും, അതായത് ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺസും കൗണ്ട് ചെയ്യണം. അപ്പോൾ ബോണ്ട് ഓർഡർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ബോണ്ട് ഓർഡർ എന്താണ് ഫോർമുല? ഹാഫ് ഇൻറ്റു NB മൈനസ് NA. ഓക്കെ, ബോണ്ടിങ് നമുക്ക് എണ്ണി നോക്കാം എത്ര ഉണ്ടെന്ന്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആൻറ്റി ബോണ്ടിങ് എഴുതണം.
ഏതൊക്കെയാണ് ബോണ്ടിങ് വരുന്നത്? ബോണ്ടിങ് വരുന്നത് സ്റ്റാർ ഇല്ലാത്തതെല്ലാം ബോണ്ടിങ് ആണ്. ഞാൻ ടിക്കറ്റ് കൊടുക്കാൻ പോണം. ഇത് ഒരെണ്ണം, ഇത് സ്റ്റാർ ഇല്ല, ഇവിടെ സ്റ്റാർ ഇല്ല, ഇവിടെ സ്റ്റാർ ഇല്ല, ഇവിടെ സ്റ്റാർ ഇല്ല. ഇതെല്ലാം ബോണ്ടിങ് ഇലക്ട്രോൺസ് ആണ്. കൗണ്ട് ചെയ്ത് നോക്കിക്ക് എത്ര വരുന്നു? 2, 4, 6, 8, 10. 10 ബോണ്ടിങ് ഇലക്ട്രോൺസ് കിട്ടി. ഇനി ആൻറ്റി ബോണ്ടിങ് സ്റ്റാർ ഉള്ളത് ഞാൻ ബ്ലാക്ക് ഇട്ട് ടിക്ക് ഇടുന്നു. 1, 2, 3, 4. ഓക്കെ. സോ ഇലക്ട്രോൺസ് കൗണ്ട് ചെയ്യൂ. 2 + 2 4, 5, 6. 6 ഇലക്ട്രോൺസ്. അപ്പോൾ സ്റ്റാർ ഉള്ളതെല്ലാം ആൻറ്റി ബോണ്ടിങ്, സ്റ്റാർ ഇല്ലാത്തതെല്ലാം ബോണ്ടിങ്. ഇനി നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ബോണ്ട് ഓർഡർ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു NB 10 ആണ്, മൈനസ് NA 6. So 10 minus 6 which is equal to 4. So half by half into 4. Half into 4 എന്ന് എത്രയാ? 2. So bond order 2 കിട്ടി. ബോണ്ട് ഓർഡർ 2 എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഡബിൾ ബോണ്ട് ആയിരിക്കും. അതായത് ഓക്സിജൻ ബോണ്ട് എന്ന് പറയുന്നത് ഡബിൾ ബോണ്ടാണ്. ഇതാണ് ബോണ്ട് ഓർഡർ 2 കിട്ടിയാലുള്ള അർത്ഥം. ഓക്കെ. അപ്പോൾ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്തു. ഡബിൾ ബോണ്ടൊക്കെയാണ്, അതുകൊണ്ട് നമുക്ക് ബോണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊരു മോളിക്യൂൾ സ്റ്റേബിൾ ആണ്, സ്റ്റേബിൾ മോളിക്യൂൾ. ഇനി നമുക്ക് ഒരു കാര്യം കൂടി പറഞ്ഞാൽ മതി ഇതിൽ. ഇനി പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താ? ഇത് ഡയാമാഗ്നറ്റിക് ആണോ പാരാമാഗ്നറ്റിക് ആണോ എന്ന് നമുക്ക് നോക്കണം. എങ്ങനെ അറിയാൻ പറ്റും? പെയർഡ് ഇലക്ട്രോൺസ് ആണോ, എല്ലാം പെയർഡ് ആണോ, എല്ലാം ഏതെങ്കിലുമൊക്കെ അൺപെയർഡ് ഉണ്ടോ, ഏതെങ്കിലും ഇലക്ട്രോൺസ് സിംഗിൾ ആയിട്ട് നിൽക്കുന്നുണ്ടോ എന്ന് നോക്കാം. നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരെണ്ണം ഇവിടെ സിംഗിൾ ആയിട്ട് നിൽക്കുന്നുണ്ട്. ആരാ അത് സിംഗിൾ ആയിട്ട് നിൽക്കുന്നത്? സിംഗിൾ ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ പൈ ഓർബിറ്റലിലെയാണ്. കണ്ടോ? പൈ ഓർബിറ്റൽ എടുത്തേ. ആ പൈ ഓർബിറ്റലിൽ 2px 1, 2py 1. അപ്പം നമുക്ക് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ. സോ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് പാരാമാഗ്നറ്റിക്. ഓക്കെ. സോ ദർ ഈസ് 2 unpaired electron in pi antibonding molecular orbital അല്ലേ? pi antibonding molecular orbital. ഓക്കെ. സോ അതുകൊണ്ട് എന്താ പ്രത്യേകത? മോളിക്യൂൾ ഈസ് ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്. അൺപെയ്ഡ് ഇലക്ട്രോൺ വരുമ്പോൾ നമ്മൾ പറയും ഇറ്റ് ഈസ് പാരാമാഗ്നറ്റിക്. ഓക്കെ. പെയർഡ് ആണെങ്കിലാണ് ഡയാമാഗ്നറ്റിക്. പാരാമാഗ്നറ്റിക് ഓക്സിജൻ മോളിക്യൂൾ പാരാമാഗ്നറ്റിക് ആണ്. എന്താ കാരണം? അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഓക്സിജൻ മോളിക്യൂൾ അട്രാക്ട് ചെയ്യും. ഓക്കെ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മോളിക്കുലർ ഓർബിറ്റൽ തിയറി വെച്ച് എഴുതുന്നത്. ഓക്കെ. അപ്പം ഇതാണ് നമ്മുടെ മോളിക്കുലർ ഓർബിറ്റൽ തിയറി. ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞു ആദ്യമായി മുതൽ നോക്കിക്കേ. എന്തൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു? നമ്മളെ മോളിക്യൂളിലെ ആദ്യം മോളിക്കുലർ ഓർബിറ്റൽ തിയറി നമ്മൾ പറഞ്ഞു. പിന്നെ എന്ത് പറഞ്ഞു? മോളിക്കുലർ ഓർബിറ്റൽ തിയറി പറഞ്ഞു. പിന്നെ അതിൻ്റെ കണ്ടീഷൻസ് പറഞ്ഞു, അതിൻ്റെ കോൺഫിഗറേഷൻ പറഞ്ഞു. പിന്നെ എങ്ങനെ മോളിക്കുലർ ഓർബിറ്റൽസ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ എക്സാമ്പിൾ കണ്ടു, ടൈപ്സ് ഓഫ് മോളിക്കുലർ ഓർബിറ്റൽസ് ഒക്കെ കണ്ടു. പിന്നെ നമ്മൾ എക്സാമ്പിൾസ് കണ്ടു. ഓക്കെ. അപ്പോൾ മോളിക്കുലർ ഓർബിറ്റൽ തിയറി ഒട്ടും ബുദ്ധിമുട്ടില്ല. തിയറി ജസ്റ്റ് 1-2 പോസ്റ്റുലേറ്റുകൾ, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി വായിച്ച് പഠിക്കുക. അർത്ഥം മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും. അപ്പോൾ ഇതാണ് പോസ്റ്റുലേറ്റുകൾ നമ്മൾ ആദ്യം പറഞ്ഞു പോയത്. ഇതാണ് അതിൻ്റെ പോസ്റ്റുലേറ്റുകൾ. 4-5 പോസ്റ്റുലേറ്റുകളുണ്ട്. പ്രത്യേകിച്ച് ഒന്നുമില്ല. അത് ജസ്റ്റ് ഒന്ന് വായിച്ച് സമ്മറൈസ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് LCO മെത്തേഡ്, അതായത് നമ്മളിങ്ങനെ മോളിക്യൂൾ ഓർബിറ്റൽസ് ആഡ് ചെയ്യുന്നു, പിന്നെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ബോണ്ടിങ് കിട്ടും, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ആൻറ്റി ബോണ്ടിങ് കിട്ടും. അപ്പോൾ ഹൈഡ്രജൻ്റെ 2 1s1 ആഡ് ചെയ്തു, ബോണ്ടിങ്ങും ആൻറ്റി ബോണ്ടിങ്ങും എഴുതി. സിഗ്മ ബോണ്ടിങ്ങും സിഗ്മ ആൻറ്റി ബോണ്ടിങ്ങും, അത്രയേ ഉള്ളൂ. ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിൽ എനർജി കുറവാണ്. സോ ഇറ്റ് സ്റ്റേബിൾ. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് മോളിക്കുലർ ഓർബിറ്റൽസ് നമുക്ക് ഓവർലാപ്പ് ചെയ്യേണ്ടത്? അത് ഓവർലാപ്പ് ചെയ്യുമ്പോൾ എന്തൊക്കെ കണ്ടീഷൻസ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം നമ്മൾ നോക്കി. നമ്മൾ പറഞ്ഞു അതിന് സെയിം എനർജി ആയിരിക്കണം, സെയിം സിമെട്രി ആയിരിക്കണം, പിന്നെ കമ്പൈനിങ് ഓർബിറ്റൽസ് മാക്സിമം ഓവർലാപ്പിംഗ് വരണം. അതാണ് കണ്ടീഷൻസ്. പിന്നെ ഏതൊക്കെ ടൈപ്പ് മോളിക്കുലർ ഓർബിറ്റൽ അത് പറഞ്ഞു. സിഗ്മയുണ്ട്, സിഗ്മ മോളിക്കുലർ ഓർബിറ്റലും പൈ മോളിക്കുലർ ഓർബിറ്റലും ഉണ്ട്. ഓക്കെ. അപ്പോൾ സിഗ്മയുടെ നമ്മൾ ബോണ്ടിങ്ങും ആൻറ്റി ബോണ്ടിങ്ങും എല്ലാം എഴുതി, പൈയുടെ ബോണ്ടിങ്ങും ആൻറ്റി ബോണ്ടിങ്ങും എഴുതി. പിന്നെ ഓക്സിജനും ഫ്ലൂറിനും ഒരു കോൺഫിഗറേഷൻ ഉണ്ട്. അതേസമയം ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ അവർക്ക് വേറെ കോൺഫിഗറേഷൻ ഉണ്ട്. വേറെ വ്യത്യാസമൊന്നുമില്ല. ഒരു സിഗ്മ 2pz കഴിഞ്ഞിട്ടാണ് പൈ 2px 2py വരുന്നത് ഓക്സിജനിൽ ഫ്ലൂറിനും. അതേസമയം മറ്റുള്ള മോളിക്യൂൾസിന് പൈ 2px 2py ആദ്യം എഴുതണം.
അത് കഴിഞ്ഞിട്ട് സിഗ്മ 2ps എഴുതണം. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഈ കോൺഫിഗറേഷൻ കാണാതെ പഠിക്കണം. ഈ കോൺഫിഗറേഷനാണ് ഇമ്പോർട്ടൻറ്റ്. ഈ കോൺഫിഗറേഷൻ വെച്ചിട്ടാണ്, കോൺഫിഗറേഷൻ ഒന്നും തരത്തില്ല, കോൺഫിഗറേഷൻ വെച്ചിട്ടാണ് നമ്മൾ എല്ലാ മോളിക്യൂൾസിൻ്റെയും മോളിക്കുലർ ഓർബിറ്റൽ ലെവൽ നമ്മൾ എഴുതി പോകുന്നത്. ഇത് വെച്ചിട്ട് ഡയഗ്രാം വരയ്ക്കാനുണ്ട്. ഡയഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വരയ്ക്കാം, ഡയഗ്രാം ചോദിക്കുകയാണെങ്കിൽ മാത്രം ഡയഗ്രാം വരച്ചാൽ മതി. ഓക്കെ, ഡയഗ്രാം വരയ്ക്കാൻ ഞാൻ അടുത്ത ക്ലാസ്സിൽ കാണിക്കാം. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ സ്റ്റെബിലിറ്റി എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യും എന്നുള്ളതാണിത്. സ്റ്റെബിലിറ്റി, ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് കൂടുതലാണെങ്കിൽ മോളിക്യൂൾ സ്റ്റേബിൾ ആണ്, തിരിച്ചാണെന്നുണ്ടെങ്കിൽ അൺസ്റ്റേബിൾ ആണ്. ഇനി ബോണ്ട് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ പഠിച്ചു, NB ½ × NB - NB. അപ്പോൾ 3 ബോണ്ട് ലെങ്ത്, ബോണ്ട് ഓർഡർ കിട്ടും, 1 2 3 അങ്ങനെ കിട്ടും. 1 ആണെങ്കിൽ സിംഗിൾ ബോണ്ട്, 2 ആണെങ്കിൽ ഡബിൾ ബോണ്ട്, 3 ആണെങ്കിൽ ട്രിപ്പിൾ ബോണ്ട്. മാഗ്നറ്റിക് നേച്ചർ പ്രെഡിക്റ്റ് ചെയ്യാം. ഇലക്ട്രോൺസ് എല്ലാം പെയർ ആണെങ്കിൽ ഡയാമാഗ്നറ്റിക്, അൺപെയർഡ് ആണെങ്കിൽ പാരാമാഗ്നറ്റിക്. ഓക്കെ, അങ്ങനെ നമ്മൾ 2-3 മോളിക്യൂൾസിൻ്റെ ചെയ്ത് നോക്കി. ഹൈഡ്രജൻ മോളിക്യൂൾ ചെയ്തു, ഹീലിയം മോളിക്യൂൾ ചെയ്തു, പിന്നെ അതുപോലെ തന്നെ ഓക്സിജൻ മോളിക്യൂളും ചെയ്തു. ഓക്കെ, ഓക്സിജനൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി വെക്കാം. ഓക്സിജനൊക്കെ എപ്പോഴും എക്സാമിൽ ചോദിക്കുന്ന ഒരു കോമ്പൗണ്ടാണ് ഓക്സിജൻ മോളിക്യൂൾ. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു എലമെൻ്റാണ് ഓക്സിജൻ. സോ ഓക്സിജൻ മോളിക്യൂളൊക്കെ ചോദിക്കാറുണ്ട്. അതിൻ്റെ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്ത് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതി, ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്ത് ഡബിൾ ബോണ്ട് കിട്ടി നമുക്ക്. പിന്നെ സ്റ്റേബിൾ മോളിക്യൂളാണ്, കാരണം NB ആണ് കൂടുതൽ, NB is greater than NA, സോ സ്റ്റേബിൾ മോളിക്യൂൾ. പിന്നെ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്, അതുകൊണ്ട് ഇറ്റ് ഈസ് പാരാമാഗ്നറ്റിക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരു കുഞ്ഞു ടോപ്പിക്കായിട്ട് കാണാം, ഹൈഡ്രജൻ ബോണ്ടിങ്. താങ്ക് യു ചിൽഡ്രൻ.